കുറച്ച് നാറുകളുണ്ട്. നമ്പർ 1 ചെറ്റകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഞാൻ നോട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്കൂടെ പോസ്റ്റും സ്റ്റോറിയൊക്കെ ഇട്ട ആളുകൾ. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവര് മാത്രമാണ് ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നിച്ചു കളയാണ്. കാരണം ഇവർ ചെയ്തത് നല്ലൊരു ജോബ് തന്നെ. നമ്മൾ പൂർണ്ണമായിട്ട് ഒരു സപ്പോർട്ട് ചെയ്യാം, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്രയും വലിയ രീതിക്ക് അടിച്ചു കലക്കി ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇവർ പറഞ്ഞ ഒരുപാട് കടങ്കഥകളും മറ്റേ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്ത് ഈ പാലം കടക്കുന്നവരെ നാരായണ, പാലം കടന്ന കൂരായണ എന്നും കൂടി വേണമെങ്കിൽ ഇതിൽ ചേർക്കാട്ടോ. നീ റഹീമിന് വേണ്ടി, റഹീംക്കാക്ക് വേണ്ടി ഇറങ്ങിയത് നിന്റെ മനസ്സുകൊണ്ട് ഓക്കെ. അതിൽ നല്ല വശം ഉണ്ടാവും, ചീത്ത വശം ഉണ്ടാവും. കാരണം നിനക്ക് റീച്ചിന് വേണ്ടിയാണെന്നുള്ളത് പറയുന്ന പലവരും ഉണ്ടാവും. പക്ഷെ നീ അത് അല്ല എന്നുള്ളത് എനിക്കറിയാം. റീച്ചിന് വേണ്ടിയല്ല ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് നല്ലപോലെ അറിയാവുന്ന കേസ് തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് വശം ഉണ്ടാവും, പോസിറ്റീവ് വശം ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ് മാത്രം എടുത്ത് ഇന്ന് ഈ ഡയലോഗ്, ഇത് നല്ലൊരു ദിവസമല്ലേ, 34 കോടി രൂപ അച്ചീവ് ചെയ്തൊരു ദിവസമല്ലേ, ഈ ഡയലോഗ് പറയാൻ നീ വെയിറ്റ് ചെയ്തെന്തോ ആരൊക്കെയോ ചീത്ത പറയാനും അല്ലെങ്കിൽ ഞാൻ വലുതാണെന്ന് കാണിക്കാനുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ, ഇന്ന് തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ വലുതാണ്, ഞാൻ ഉയരങ്ങളിലെത്തി അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുമെന്നാണെന്നുണ്ടെങ്കിൽ പൊന്നളിയ മലയാളികൾക്ക് ഉയർത്താനും പറയാം, താഴ്ത്താനും പറയാം. അത് നമ്മളൊന്ന് ആലോചിക്കും. കടൽ മച്ചാൻ്റെ അമ്മ, അതുപോലെ തന്നെ നമുക്കറിയാം ബോച്ചെ, ഇവരെല്ലാവരും ഈ ഒരു കാര്യത്തിന് പുറത്തിറങ്ങിയാൽ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നല്ല കാര്യമെന്ന് തന്നെ പറയാം. പക്ഷെ വേറൊരു കേസും കൂടി ഇതിൽ നമ്മളൊന്ന് ആഡ് ചെയ്യേണ്ട കാര്യം, ഇത് നീയും ഈ വീഡിയോ ഇട്ടവരും എല്ലാവരും മനസാക്ഷി പുറത്തിട്ടത് ശരിയാണ്, വീഡിയോ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നീ ഒരു റീച്ചും അല്ലെങ്കിൽ നിനക്കൊരു സപ്പോർട്ടും കൂടി നീ ആഗ്രഹിക്കാണ്ട് ഒരിക്കലും വേറൊരാൾക്ക് നന്മക്ക് വേണ്ടി നീ നിൻ്റെ അടുത്ത് ഒരു ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ ഒരു കടയിലെ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നീ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. ഒരു കാരണവശാലും ഇല്ല, നീ അത് കാശ് മേടിച്ച് ചെയ്തു കൊടുക്കും. കാരണം നിൻ്റെ റീച്ച് അവിടെയുണ്ട്, നിന്നെ കാണുന്നവരുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ വന്ന് പറയുന്ന ഡയലോഗുകൾ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു അക്കൗണ്ടിലൂടെ മലയാളികൾ ആരും ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരുത്താൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാൻ നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാൻ നടക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി എൻ്റെ ജീവിതത്തിൽ. ഞാൻ എനിക്കെതിരെ അല്ലെങ്കിൽ ആളുകൾക്കെതിരെ പറയുന്ന ഒരു നെഗറ്റീവിനും ഞാൻ പ്രതികരിക്കാറില്ല. എൻ്റെ ഇതാണ്. ഞാനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും അല്ലെ എൻ്റെ അമ്മ, നമ്മൾ ഒരു നെഗറ്റീവിനും പ്രതികരിക്കാറില്ല. പക്ഷെ ഇത് ഞങ്ങൾക്ക് പറയാമേ, എല്ലില്ലാത്ത നാക്കുകൊണ്ട് ആൾക്കാർക്ക് എന്ത് വേണേലും എപ്പോ വേണേലും എങ്ങനെ വേണേലും പറയാം. അവനവൻ അനുഭവം വരുമ്പോഴേ അതിന്റെ വില മനസ്സിലാക്കത്തുള്ളൂ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, എല്ലാരും കൈകൊട്ടി സന്തോഷിക്കും. പക്ഷെ അവനവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരണം, അപ്പോഴാണ് അതിന്റെ വേദന മനസ്സിലാവുന്നത്. ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താ ഇവിടം വരുത്തിയത്. അതിന്റെ കൂടെ ഞങ്ങളെ ചേർത്ത് പിടിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഞങ്ങളെ തെള്ളിക്കളഞ്ഞത് അതിലേറെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം കാണാനാണ് എല്ലാവരും കൂടെ ഒന്നിച്ചു നിൽക്കുന്നത്, ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി. അത് രാവെന്നോ പകലെന്നോ ഇല്ലാതാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ച് ഇപ്പൊ നമ്മൾ ആ ലക്ഷ്യം കണ്ടെത്തിയിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം ആൾക്കാർ ഇതിനെന്തെങ്കിലും ഒരു സത്യം അല്ല, ഇതെന്താന്നറിയോ, എനിക്കിത് പറയണമെന്ന് തോന്നി കറക്റ്റായിട്ട്. കാരണം എന്താന്നറിയോ, ഇതിന്റെ ഇടയ്ക്ക് മറ്റേ വീട് നിന്ന് കത്തുമ്പോ അതിന്റെ ഇടയ്ക്ക് വാഴയുടെ മൂടിനടിയിൽ നിന്ന് വെട്ടിക്കൊണ്ട് പോകുന്ന സ്വഭാവമുള്ള കുറച്ച് നാറുകളുണ്ട്. നമ്പർ 1 ചെറ്റകള്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഞാൻ നോട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്കൂടെ പോസ്റ്റും സ്റ്റോറിയൊക്കെ ഇട്ട ആളുകൾ. നമ്മളൊരിടത്ത് ഒരു മനുഷ്യനൊരിടത്ത് ആക്സിഡന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ അവന്റെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ ഇവൻ ഇടിച്ചിറങ്ങി വീണ് കിടക്കുന്നവന്റെ അടുത്തിട്ട് അവന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിക്കോ കൊണ്ടുവരുന്ന ബ്ലഡിന്റെ ഏത് ജാതിക്കാരന്റെ ഏത് മതക്കാരന്റെ ആന്ന്? എന്ത് സ്വഭാവം എന്റെ ഇതിലുണ്ട്. മൊബൈൽ മോനും കൂടി വന്ന് പറയുന്ന കേൾക്കാൻ ഭയങ്കരമായിട്ട് രസമുണ്ട്. ഇല്ലാന്നൊരിക്കലും പറഞ്ഞു. എടേ, നിങ്ങൾ മാത്രമല്ല ഈ കേരളത്തിലെ കോടാനുകോടി ജനങ്ങൾ കൂടി നല്ല രീതിക്ക് പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു സംരംഭം വിജയിച്ചത് എന്നും കൂടി നീ മനസ്സിലാക്കണം. കാരണം ഈ എല്ലാ പോസിബിലിറ്റിയും എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവർ ജനങ്ങൾ നന്നായിട്ടില്ല.
ഒരു വശത്ത് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ആവും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നീ ഒരു പ്രതികരണം, ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കും. നിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ നിന്റെ വ്യക്തിപരമായിട്ട് പല വിഷയത്തിലും നിനക്ക് പ്രതികരിക്കുക. ഈ ഒരു കാര്യത്തിൽ നീ ഇങ്ങനെ പ്രതികരിച്ച് തന്നെ ഏറ്റവും വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മനുഷ്യനാണ്, ഒരുപാട് കുത്തിക്കഴിഞ്ഞാൽ പ്രതികരിക്കാണ്ടിരിക്കില്ല, ശരിയാണ്. പക്ഷെ നീ പറഞ്ഞ ഡയലോഗുണ്ട്, ഈ ഒരു പരിപാടി കഴിയട്ടെ എന്നിട്ട് വേണം എല്ലാവർക്കും തരാനെന്നുള്ളത്. എന്ത് തരാനോ? ഒന്നും തരാനില്ല. ഈ കേരളത്തിൽ പല വിഭാഗക്കാരുണ്ട്, പല മനുഷ്യരുണ്ട്. അത് നമ്മളും കൂടി ഒന്ന് താങ്ങി ഇരുന്നാലാണ് ശരിയാവുള്ളൂ. കാരണം ഈ നന്ന് നമ്മുടെ ബോച്ച് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, എന്താണെന്നറിയോ? കേരളത്തിലുള്ളവർ കുറച്ച് കൊൺസായ്മയൊക്കെ ഉണ്ടെങ്കിലും ഒരു ആവശ്യം വന്നാലല്ല, ഒരു അത്യാവശ്യം വന്നാൽ അവർ ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ട് നീ ഒരു വിഷയത്തിൽ നീ ഇങ്ങനെ ചലച്ചത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാണെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. അവർക്കെല്ലാവർക്കും ഉള്ള ക്രെഡിറ്റാണ്. അതുപോലെ തന്നെ പണം, ₹1 പോലും പണം അയച്ചവനുള്ള ക്രെഡിറ്റ് തന്നെയാണ് ഈ പറഞ്ഞത്. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് നല്ല രീതിക്ക് അഭിപ്രായം പറയുന്നുണ്ട്, അതിൽ മോശമായിട്ടുണ്ട്. എടാ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ലതുമുണ്ട്, അതിൽ മോശമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഈ ഒരു വിഷയത്തിൽ റഹീം എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയത്തിൽ നീ നല്ലപോലെ നീ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. കാരണം നിനക്ക് കിട്ടേണ്ട സപ്പോർട്ട് നിനക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്, എല്ലാവരും ആശംസ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ല രീതിക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ 2 നെഗറ്റീവ് വന്നപ്പോൾ ഈ ഒരു പറഞ്ഞ ഡയലോഗുകൾ ഞാൻ ഉൾക്കൊള്ളുന്നില്ല കേട്ടോ. സത്യമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നില്ല. എൻ്റെ ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് റഹീംക്കാടെ ഇതിൽ കേസിൽ ഒരുപാട് നെഗറ്റീവ്, അത് കണ്ടില്ല എന്ന് നടിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. നിനക്ക് വ്യക്തിപരമായിട്ട് വേറെ എന്തെങ്കിലും വിഷയത്തിൽ നിനക്ക് മുന്നോട്ട് വയ്ക്കാം, അത്രേ ഉള്ളൂ.